ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ആസിഫ് അലി നായകനെത്തിയ രേഖാചിത്രം എന്ന ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ഡ്രാമ സിനിമ ചിത്രത്തിന്റെ 2ാമത്തെ വീക്കെൻഡിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇപ്പോഴത്തെ സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്നലെ രാത്രിയോടെ പ്രതീക്ഷിത 40 കോടി ടച്ച് ചെയ്യുമെന്നായിരുന്നെങ്കിലും 40 കോടി ടച്ച് ചെയ്തിട്ടില്ല എന്നൊരു അപ്ഡേറ്റ് ആണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. 39 കോടിയിൽ പരമാണ് സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. തുടർച്ചയായി 8ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 1 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ആകെ കേരള ഗ്രോസ് 16 കോടി 65 ലക്ഷം കടന്നിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലടക്കം വളരെ മികച്ച ഹോൾഡോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രേഖാചിത്രം അങ്ങനെ 40 കോടിയിലേക്ക് ഇന്നത്തോടെ കടക്കാനായിട്ടിരിക്കുന്നു. അതിനുമപ്പുറം 50 കോടിയിലേക്ക് ഈ വീക്കെൻഡോടെ സിനിമ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ സിനിമയുടെ സക്സസ് ടീസർ കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ രേഖാചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്. രേഖാചിത്രത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണല്ലോ അൻവർ റഷീദ് നിർമ്മിച്ച ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രാവൻകോട് ഷാപ്പ്. ബേസൽ സൗബിൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ കേരളത്തിൽ ആദ്യ ദിവസം 1 കോടി 70 ലക്ഷമാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ സർക്യൂട്ടിൽ 20 ലക്ഷത്തോളം ഗ്രോസ് നേടിയെടുത്ത സിനിമ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 1 കോടി 90 ലക്ഷത്തോളം രൂപ ആദ്യ ദിവസം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ 3 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ നല്ലൊരു തുടക്കം സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഉൾപ്പെടെയുള്ള ഈ വീക്കെൻഡിലെ സിനിമയുടെ കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.